ഇന്നത്തെ റെസിപ്പി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് ഒണിയനോ അതുപോലെ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ നാടൻ രീതിയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ആ ഒരു ഫ്ലേവർ. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 3-4 എണ്ണം. പിന്നെ വേണ്ടത് മിക്സിയിൽ ഒരു പിടി ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ജീരകം, ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതൊന്ന് റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ പെരിഞ്ജീരകം മസ്റ്റാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ നല്ലൊരു മണവും അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകവും കുരുമുളകും ചേർത്ത ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല, അതും ഓപ്ഷണലാണ്, എന്നാൽ ചേർത്ത് കൊടുക്കാം. കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒരു എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാകത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തിക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഗ്രേവി തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് ടേസ്റ്റ് വരുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതേ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടറ്റോ ഞാൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് ചിലവർക്ക് ഈ ചിക്കൻ കറിയിലേക്കുള്ള ഈ കൂടെ കഴിക്കാനായിട്ട് അതിൽ പൊട്ടറ്റോ ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് അത് ഇങ്ങനെ എടുത്ത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 10-20 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നന്നായി വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇട്ട ശേഷം ചിക്കൻ കറി ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതൊരു ഈ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ഒരു എരിവും അതുപോലെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ബാലൻസായിട്ട് വരാൻ മാത്രമാണ് ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ റെഡിയായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.